എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന റൊമാൻസ് അങ്ങനെയുള്ള സിനിമകളൊക്കെ രസകരമായിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു ഹ്യൂമർ സിനിമ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് വൈഫും മക്കളും ഇവർ പറയും അവർ സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർ അങ്ങനെ ആഗ്രഹിക്കുന്നു. അവർ ഹ്യൂമർ ഓൾറെഡി പറഞ്ഞും കണ്ടും ശീലിച്ചുകൊണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് കാത്തിരിക്കുന്ന വേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ഏത് സിനിമ എടുത്താലും നമുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ആവശ്യം ഒരുപക്ഷെ ഹ്യൂമർ ആയിരിക്കില്ല, സീരിയസ് ആയിരിക്കും. സീരിയസ് ചെയ്യുന്ന ഒരാൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കോമഡി ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഉണ്ട്. എല്ലാവരും കുഞ്ഞിന്നാണ് പറയുന്നത്. അതും പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 14 days. അതാണ് ആളുകൾക്ക് നമ്മൾ ഒരുങ്ങിപ്പോയാലൊന്നും മനസ്സിലാവില്ല. നല്ല പൊട്ടക്കുളത്തിൽ പോകുമ്പോഴത്തേക്ക് കുഞ്ഞിന്ന് പറയും. സന്തോഷമുണ്ട്. 14 days ശരിക്കും കറക്റ്റ് ആ കോവിഡ് ടൈമില് വന്നു. അത് കുറെ പേർക്ക് റീച്ച് ആവുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ആ സമയത്ത് കുറച്ച് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോൾ. മണിയറ 14. ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അതായിരുന്നു റീല് പോകുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വരുന്നത് നല്ലത്, നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. പ്രീതി ഇന്നത്തെ ജനറേഷൻ ഒരുപാട്, എസ്പെഷ്യലി ഗേൾസിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സാർ പറഞ്ഞ പോലെ 3 years ബാക്ക് ആയിരുന്നു. അപ്പോൾ അന്ന് കുറച്ചും കൂടി ഇത്രയും വന്നിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സാണ്, ഓൾ ആർ സെലിബ്രിറ്റീസ്. അപ്പം നമ്മുടെ പ്രൈവസി കുറച്ചും കൂടെ കുറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ചും കൂടെ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ സ്റ്റോറീസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എല്ലാം നേരത്തെയൊക്കെ കുറച്ചും കൂടെ പ്രൈവറ്റ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഫുൾ എന്താ പറയുക ഒഫീഷ്യൽ അക്കൗണ്ട്സ് ആണ്. എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. നമ്മുടെ പ്രൈവസി കുറച്ചും കൂടെ കുറഞ്ഞു. ക്രിയേറ്റേഴ്സാണ്. പ്രൈവസി കുറച്ചും കൂടെ കുറഞ്ഞു. അങ്ങനെ പ്രൈവസി കുറച്ചും കൂടെ കുറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സും ഉണ്ടാവും. അപ്പം അങ്ങനെ ഗേൾസ് എല്ലാവരും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് പബ്ലിക്കലി പറയാൻ പറ്റുന്ന, പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറേ പേർക്ക് ഇതിനകത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രൈവസി എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന് 2 തരത്തിൽ, ഇപ്പോൾ നമ്മൾ ഫേമസ് ആവുന്ന 2 തരത്തിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ. ശരി, ഷാജഹാനൊക്കെ ഫസ്റ്റ് എന്നാ ഫാമിലിയൊക്കെ എന്നാ തിരിച്ചറിയണേ ഇങ്ങനെ സെലിബ്രിറ്റി ആയി എന്നുള്ളതൊക്കെ? ആക്ച്വലി സെലിബ്രിറ്റി ആയി എന്നുള്ള എൻ്റെ അച്ഛനും അമ്മയാണ്. ഓക്കെ. അച്ഛനും അമ്മയെന്ന് പറയുന്നത് അവർക്ക് മിമിക്രിയൊക്കെ അന്ന് ആക്ച്വലി നമ്മൾ കാക്കയും പൂച്ചയും കരഞ്ഞ് നടക്കുന്നു, ജോലിക്ക് പോകുന്നില്ല എന്നുള്ള പരാതികളിലാണ്. ഇപ്പോഴും അച്ഛനും അമ്മയ്ക്ക് വിശ്വാസമായിട്ടില്ല ഞാൻ സിനിമയിൽ സജീവമായത്. അപ്പോഴും എനിക്ക് ജോലിക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിലാണ് അവരുടെ എക്സ്പ്രഷനൊക്കെ. പക്ഷെ നമ്മളന്ന് ഈ പറയുന്ന മിമിക്രി ബേസ് ചെയ്ത് കാലം കഴിഞ്ഞ് സിനിമയിലായെന്ന് ഇപ്പോൾ നാട്ടിലൊക്കെ അന്ന് ഫസ്റ്റ് സിനിമ മ്യൂസിക് 500, KL795 എറണാകുളത്തിനടുത്ത്, പുത്തുമ്പിയും പൂവാലന്മാരും, നരമന വീട്, അങ്ങനെയുള്ള പടങ്ങൾ ഇതൊക്കെ പോസ്റ്ററിൽ വരും. അപ്പം ഞാൻ തന്നെ എൻ്റെ പോസ്റ്ററിൻ്റെ അടുത്തൂടെയൊക്കെ അങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകും. കാരണം വെച്ചാൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അന്ന് നമുക്കും ഇതല്ലേ. അപ്പം അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് പിന്നീട് പലരും പറയും മോൻ്റെ സിനിമ കണ്ടു, അങ്ങനെ പറയുന്നതിലൂടെ അവർ കൂടുതൽ സിനിമകളൊക്കെ കണ്ടിട്ടില്ല, കാണാറില്ല അങ്ങനെ. അപ്പം അങ്ങനെ ഒരു പ്രോത്സാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് നിന്നും ഞാൻ ഒറ്റയ്ക്ക് അവിടുന്ന് വണ്ടി കയറി വരും, ഇവിടെ വരും. അങ്ങനെയുള്ള കഴിഞ്ഞ 20 വർഷത്തോളം അങ്ങനെയായിരുന്നു. അതിന് ശേഷമാണ് നമ്മളെ വിളിച്ച് ഒരു വേഷം തരാനുള്ള ഇതൊക്കെ തരുന്നത്. അതിനകത്ത് ഏറ്റവും എക്സ്ട്രീമായിട്ട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ എന്ന് പറയുന്നത്.